പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹത്തിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. യേശു പറയുന്നു. നമുക്ക് ആ വചനം ഒന്ന് ശ്രമിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58 തിരുവചനം. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലെടുത്തു. യേശു ദേവാലയത്തിലേക്ക് വരെയാണ്. അവിടെ വന്നൊരു തർക്കം നടക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം അറിഞ്ഞിരിക്കണം, കൂടുതൽ പ്രാർത്ഥിക്കുന്നവർ, വചനം പ്രഘോഷിക്കുന്നവർക്കെല്ലാം മറ്റുള്ള വ്യക്തിയിൽ നിന്നും അടി കിട്ടും. ഒരിക്കലും അവന് ഒരു സമാധാനമായിട്ട് നടക്കാൻ പറ്റില്ല. അത് നമുക്കിവിടെ കാണാൻ പറ്റും. യേശുവിനെ അവൻ ദൈവപുത്രനാണ്, ദൈവമാണ്, പ്രവാചകൻ എന്നെല്ലാം ഇവർ പറയുന്നുണ്ട്. എന്നിട്ടും യേശു ഒരു വാക്കേ പറഞ്ഞുള്ളൂ. എന്താണ്? ലോകമുണ്ടായപ്പോൾ യേശു ഉണ്ട്. അതാണ് യേശു അവിടെ പറയുന്നത്. അബ്രാഹം ഉണ്ടാകുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടായിരുന്നു. ഉടനെ അവർ കല്ലെടുത്തു, പുറത്തു പോയി കല്ലെടുത്തു. ദേവാലയത്തിൽ നിന്നുകൊണ്ടാണ് യേശു ഇത് പറയുന്നത്. കല്ലെടുത്ത് കൊണ്ടുവന്നപ്പോഴത്തേനും യേശു ആ ദേവാലയം വിട്ട് പുറത്തു പോയി. ഏറുകൊള്ളണ്ട എന്ന് കരുതി യേശു പുറത്തു. ഹല്ലേലൂയ, യേശുവേ നന്ദി. എന്നാൽ യേശു അവരിൽ നിന്നും മറഞ്ഞു, ദേവാലയത്തിൽ നിന്നും പുറത്തേക്ക് പോയി. ആ പോയ പോക്ക് എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി. യേശുവിനെ വേദനിപ്പിക്കുകയാണല്ലേ. ഇത് കരഞ്ഞുകൊണ്ടായിരിക്കും ഒരുപക്ഷെ യേശുനാഥൻ ആ ദേവാലയത്തിൽ നിന്നും പുറത്തു പോയത്. യേശു സത്യമാണ് പറയണത്. പക്ഷെ അത് വിശ്വസിക്കാൻ ആ ജനത്തിന് പറ്റിയില്ല. അവൻ എറിയാൻ കല്ലെടുത്തു. യേശു ദേവാലയത്തിൽ നിന്നും വഴക്കുണ്ടാക്കണ്ട എന്ന് കരുതി പുറത്തേക്ക് പോയി. അടുത്ത ഒരു വചനം കൂടി നമുക്ക് ശ്രദ്ധിക്കാം. അവിടെ യേശുവിനെ കല്ലെറിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 31-ാം തിരുവചനം. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ ആരാധന. യേശു ചോദിക്കുന്നുണ്ട്, എന്ത് കുറ്റം കൊണ്ടാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത്? ആ വചനം നമുക്ക് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനം. യഹൂദർ പറഞ്ഞു, നിന്റെ പ്രവൃത്തി മൂലം, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. അപ്പൊ കല്ലെറിഞ്ഞു. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 58 കല്ലെടുക്കാൻ അവർ പുറത്തു പോയപ്പോൾ യേശു ദേവാലയം വിട്ടു പുറത്തേക്ക് പോയി. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 33 അവർ കല്ലെറിഞ്ഞു. യേശുവിനെ കല്ലെറിഞ്ഞു. കാരണം യേശു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണ്. ഏത് സമയവും യേശു മലയിലേക്ക് പോകുമെന്ന് പറയും. ഗെത്സമനേ തോട്ടത്തിൽ അവൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ മനുഷ്യൻ കല്ലെറിയും. വേണ്ടാത്ത വർത്തമാനങ്ങൾ പറയും, ചീത്ത പറയും. നമ്മളെല്ലാം ഉൾക്കൊള്ളാം. പക്ഷെ നമുക്ക് പറ്റില്ല. എന്താണെന്നറിയാമോ? അവരെപ്പോലെ തന്നെ തിളയ്ക്കുന്ന രക്തമാണ് നമ്മുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഈഗോ പെട്ടെന്ന് ചൂടാവും. പക്ഷെ യേശു അത് ചൂടായില്ല. ആ വചനം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 33-ാം തിരുവചനം. നല്ല പ്രവൃത്തികൾ മൂലം, ദൈവദൂഷണം മൂലമാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത്. നല്ല പ്രവൃത്തി മൂലമല്ല, ദൈവദൂഷണം. ദൈവത്തെപ്പറ്റി നീ ദൈവദൂഷണം പറയുന്നത്, ഞാൻ ദൈവപുത്രനാണെന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ നിന്നെ കല്ലെറിയുന്നത് എന്ന് പറഞ്ഞിട്ടാണ് യേശുവിനെ കല്ലെറിയുന്നത്. കല്ലെറിയണം. അവിടെ യേശുവിനെ കല്ലെറിയണം. യേശു കല്ലേറ് കൊള്ളയാണ്. കാരണം മനുഷ്യരായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു. മനുഷ്യനായിരിക്കെ നീ നിന്നെ തന്നെ ദൈവമാക്കുന്നു എന്ന് അവർ പറയുകയാണ്. എന്താണല്ലേ? ഹല്ലേലൂയ, യേശുവേ നന്ദി. യേശു ചോദിച്ചു, ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? നിങ്ങൾ എന്തിനാണ് എന്നെ കല്ലെറിയുന്നത്?
അവിടെ യേശു ചോദിക്കുന്നത്, എന്തിനാണ് എന്നെ അവർ പറയുന്നുണ്ട്, ഞങ്ങൾ നല്ല പ്രവൃത്തി മൂലമല്ല കല്ലെറിയുന്നത്, നിന്റെ ദൂഷണം കൊണ്ട്, ദൈവദൂഷണം കൊണ്ടാണ് ഞാൻ നിങ്ങളെ കല്ലെറിയുന്നത്. യേശു ചോദിക്കുന്നത്, നിങ്ങൾ എന്തിനാ എന്നെ കല്ലെറിയുന്നു? അപ്പോൾ കല്ലേറ് കൊണ്ടുപോടെ. ആദ്യം ഇതൊന്നും പറയുന്നില്ല. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 58 പറയുന്നില്ല, കല്ലെടുക്കാൻ അവർ പുറത്തോട്ട് പോയപ്പോഴേ യേശു അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇവിടെ അവർ കല്ലെറിഞ്ഞു. അവർ തന്നെ പറയുന്നത്, അതുകൊണ്ടാണ് നിന്നെ കല്ലെറിയുന്നതെന്ന് പറഞ്ഞിട്ട് കല്ലെറിയുന്നു. പ്രാർത്ഥിക്കാം, ദൈവമേ കർത്താവേ, ഇതുമാത്രം വേദനയിലൂടെയാണ് നീ കടന്നുപോയത്, അനുഗ്രഹിക്കണേ. ഞങ്ങൾക്ക് വേണ്ടിയാണല്ലോ നീ കല്ലേറ് വരെ കൊണ്ടത്. കർത്താവേ ക്ഷമിക്കണേ, മാപ്പ് തന്നെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.